പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ സ്വന്തം മരുമക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജലജയാണ് കാണുന്നത്. ജലജ ഇതുപോലെ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ വീടിന് ചേർന്ന മരുമക്കളല്ല രണ്ടുപേരും എന്ന് പറയുന്നത് കേട്ട് ദേവയാനി കലിപ്പ് വരും. ദേവയാനി പറയും, എങ്കിൽ നിനക്ക് തെറ്റി. ആദർശ് എൻ്റെ മകൾക്ക് ചേർന്നതും ഈ വീടിന് ചേർന്നതുമായ മരുമകളെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ മകൻ കുഴിയിൽ ചാടിയെന്നും പറഞ്ഞ് നീ എല്ലാവരുടെയും മക്കളുടെ മേൽ ഇങ്ങനെ കയറേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് ജലജയും ദേവാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമുണ്ടാകുന്നു. തുടർന്ന് കാണുന്നത് ആദർശ് ഇതുപോലെ നയനയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ അച്ഛനെയും അമ്മയും കണ്ട് പ്രേമവും സ്നേഹവും എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ അങ്ങ് വന്നേക്കണം. അപ്പോൾ പറയും, എന്താ എന്നെ പിരിഞ്ഞിരിക്കാൻ അത്രയ്ക്ക് വിഷമമാണോ? അതുകൊണ്ടൊന്നുമല്ല, അമ്മയ്ക്ക് നീ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. എന്തായാലും ഞാനങ്ങ് വന്നേക്കാം, എന്നെ വിളിക്കാൻ വരുമോ? ഇല്ല, എനിക്ക് വേറെ 1-2 പ്രോഗ്രാം ഉണ്ടെന്ന് ആദർശ് പറഞ്ഞിട്ട് ആദർശ് പോകുന്നു. തുടർന്ന് നയന കയറി അമ്മയും അച്ഛനെയും കാണുന്നു. അവർ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. കിട്ടിയ പൈസ അച്ഛൻ്റെ കൊടുക്കുന്നു. അച്ഛൻ മാനാഭിമാനം കൊണ്ട് ആ പൈസ വാങ്ങുന്നില്ല. അച്ഛനെ പിടിച്ച് നിർബന്ധിച്ച് ഏൽപ്പിക്കാൻ നേരത്താണ് അമ്മയുടെ കമ്മൽ വിൽക്കാനൊക്കെ ആയിട്ട് കയ്യിലെടുത്ത് പിടിച്ചേക്കുന്നത് കാണുന്നത്. അപ്പം പറയും, എന്താ അച്ഛാ ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മലല്ലേ, അതുകൊണ്ട് ഇത് ഞാൻ ഉള്ളപ്പോൾ വിൽക്കാൻ സമ്മതിക്കുന്നില്ല എന്നും പറഞ്ഞ് ആ കമ്മൽ വാങ്ങി അമ്മയുടെ കാതിലിട്ട് കൊടുക്കുന്നു. തുടർന്ന് ഈ പൈസ അച്ഛനെ ഏൽപ്പിക്കുന്നു. മോളെ, ഇതൊരു കാരണവശാലും ശരിയല്ല, നീ ജോലി ചെയ്തുണ്ടാക്കിയ പൈസയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഉള്ളതാണ്, അതുകൊണ്ട് നീ ഇത് അവിടെ കൊണ്ട് കൊടുക്കണം. അത് കുഴപ്പമില്ല അച്ഛൻ, ഞാനിതുപോലെ ജ്വല്ലറി കോമ്പറ്റീഷന് പോയിരുന്നു, അപ്പോൾ 1ാം സമ്മാനം കിട്ടിയതാണ്. അപ്പോൾ ആ 1ാം സമ്മാനമായിട്ട് എനിക്ക് തന്നത് ഇത് എൻ്റെ ഭർത്താവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭർത്താവിനറിയാം ഈ പൈസ അവിടെ കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അവിടെ എൻ്റെ പൈസ കിട്ടിയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ല. അനന്തപുരിക്കാർക്ക് ഇങ്ങനെ ഇത്രയും പൈസ കിട്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇത് ഇവിടുത്തെ ആ കാര്യങ്ങൾ നടക്കട്ടെ, എന്തായാലും വളകാപ്പും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. എന്തായാലും ഞാൻ വന്നത് എൻ്റെ അമ്മയുടെ സ്വന്തം കൈകൊണ്ട് കുറച്ച് ആഹാരം കഴിക്കാനും കുറച്ച് നേരം നിങ്ങളോട് ഇരിക്കാനുമാണ്. ഒരു നല്ലതുപോലെ വിശക്കുന്നുണ്ട്, എനിക്ക് അമ്മ ആഹാരം ഉണ്ടാക്കി തരാൻ പറയുന്നു. തുടർന്ന് ആഹാരം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് കാണുന്ന നവ്യ ഇതുപോലെ ഷൂട്ടിങ്ങിന് പോകുന്നതാണ്. ഷൂട്ടിങ്ങിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നവ്യ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുന്നു. ഡയറക്ടർ വരുന്നു. എന്നിട്ട് നവ്യയെ പുകഴ്ത്തി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഇതുവരെ ഒരാടിലും ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടില്ല, അപ്പോൾ ഇനി എൻ്റെ മുമ്പോട്ടുള്ള എല്ലാ ആടുകളിലും ഈ താൻ തന്നെ ആയിരിക്കും മെയിൻ നടിയായിട്ട് വരാൻ പോകുന്നത്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, താൻ എന്തായാലും പോയി റെഡി ആവുക എന്ന് പറയുന്നു. അപ്പോൾ തുടർന്ന് അബി ഇങ്ങനെ ജ്വല്ലറി നിൽക്കുക. അപ്പോൾ അതായത് ജ്വല്ലറിയുടെ ഡിസൈൻ ചെയ്ത് നയനയാണെന്നുള്ള കാര്യം അബി അറിയുന്നു. അപ്പോൾ അവളെ ഇനി മുമ്പോട്ട് വിടാൻ പാടില്ല എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ആദർശ് വരും. എന്തായാലും നമ്മുടെ അനി ചെറുതായിട്ട് കവിതയൊക്കെ എഴുതുമെന്നുള്ള കാര്യം ആദർശേട്ടൻ അറിയാമല്ലോ, അതുപോലെ പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ പടം വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി ഉള്ള ഡിസൈനുകളെല്ലാം ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ പവിത്രയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്തായാലും ആ കാര്യത്തിൽ നിന്നെ ഞാൻ ഏൽപ്പിക്കുമെന്ന് നീ വിചാരിക്കുക വേണ്ട എന്ന് ആദർശ് പറയുന്നു. നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ 100 പേര് വരേണ്ടി വരും. അതുമാത്രമല്ല, നിന്നെപ്പോലൊരു പേരും കള്ളനെ എനിക്കിതൊന്നും ഏൽപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ട് നീ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട എന്ന് പറഞ്ഞു. അതല്ല ചേട്ടാ, ഞാനിനി ഇപ്പം നല്ല രീതിയിൽ ചെയ്തോളാം എന്ന് പറയുന്നു. ഓക്കെ, എങ്കിൽ നിനക്ക് ഞാനൊരു അവസരം തരാം. ഈ ഒരു അവസരത്തിൽ നീ മുന്നോട്ട് പോയി ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ കമ്പനിയിലെ സാലറിയും കൂടാതെ നിനക്ക് സ്ഥാനക്കയറ്റവും ഉണ്ടാകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിന് ആ സ്ഥാനം കൊടുക്കുന്നു. തുടർന്ന് ആദർശ് പോയി കഴിയുമ്പോൾ അബി അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഡയറക്ടറെ വിളിക്കുകയാണ്. അതായത് നവ്യ അഭിനയിക്കാൻ പോയ ആ ഷോർട്സിൻ്റെ ഡയറക്ടറെ വിളിക്കുകയാണ്. ഡയറക്ടറെ വിളിച്ച് പറയുന്നുണ്ട്, അവളൊരു അഴിഞ്ഞാട്ടക്കാരിയാണ് എന്നുള്ളതെല്ലാം ഈ പുറംലോകം അറിയുന്ന രീതിയിലുള്ളതായിരിക്കണം നീ ചെയ്യാൻ പോകുന്ന ആട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ പക്കാ സപ്പോർട്ട് ഉണ്ടാകും. പിന്നെ നീ സിനിമയുടെ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, ആ സിനിമ ഞാൻ നിനക്ക് വേണ്ടി ഡയറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷേ ഞാൻ ആലോചിച്ച പോലെ ആ ആട് കാണുമ്പോഴെല്ലാവരും ഇവൾ അഴിഞ്ഞാട്ടക്കാരിയാണെന്നുള്ള കാര്യം പുറമേ ലോകം അറിയണം എന്നുള്ളത് ഇങ്ങനെ പറയുന്നു. തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അച്ഛനും അമ്മയും നന്ദുവും നയനയും എല്ലാവരും കൂടെ സന്തോഷത്തോടെ ആഹാരം കഴിക്കുന്നതാണ്. നയന പറയും, എനിക്ക് അമ്മ ആഹാരം വാരിത്തന്നാ എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് നന്ദു പറയും, ഇവിടുത്തെ ഏറ്റവും ഇളയ കുട്ടി ഞാനാണ്, അതുകൊണ്ട് എനിക്ക് ആഹാരം അമ്മ വാരിത്തരണമെന്ന് പറയുന്നു. അവസാനം അവരെല്ലാവരോടും സന്തോഷത്തോടുകൂടി ആഹാരം കഴിച്ചതിന് ശേഷം നയനയോട് അവിടുന്ന് പറയുന്നുണ്ട്, മോളെ, നവ്യ നമ്മുടെ എൻ്റെ മൂത്ത മകളാണ്, അവൾ അവിടെ ഗർഭിണിയാണ്, അവൾക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, ആ കുഞ്ഞ് വയറ്റിലുണ്ടെന്നുള്ള കാര്യം പോലും അവരിതുവരെ ആലോചിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായും മോൾ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യണം. അവൾക്ക് എന്താണോ ആഹാരം വേണ്ടിയത് അതെല്ലാം മോൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ മോളാണ് ഇനി അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത്. ഞാനെല്ലാം നോക്കുന്നുണ്ട് അമ്മേ, അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കുഞ്ഞില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അവൾക്കാണെങ്കിൽ തുറന്ന് മറ്റാരോടും പറയാനും പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇങ്ങനെ നയനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.